3.7 വോൾട്ടിന്റെ ബാറ്ററി BMSO ചാർജിംഗ് മൊഡ്യൂളോ ഒന്നും ഇല്ലാതെ എങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓണാക്കി വെക്കുക. ഞാനിവിടെ 3.7 വോൾട്ടിന്റെ ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിച്ചിട്ട് ഒരു വെറൈറ്റി എമർജൻസി ലൈറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് പല ഉപകരണങ്ങളും 3.7 വോൾട്ടിന്റെ ബാറ്ററി ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ചാർജിംഗ് മൊഡ്യൂളോ അല്ലെങ്കിൽ BMS സർക്യൂട്ടുകളോ ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഇത്തരം സങ്കീർണതകൾ ഒന്നും ഇല്ലാതെ തന്നെ ഇത്തരത്തിലുള്ള 3.7 വോൾട്ട് ബാറ്ററികൾ ഏതൊരു സാധാരണക്കാർക്കും എങ്ങനെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇങ്ങനെ നിർമ്മിക്കുന്ന നേരത്തെ പറഞ്ഞ എമർജൻസി ലൈറ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അത് നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ചാർജിംഗ് മൊഡ്യൂൾ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ബാറ്ററി ഫുള്ളായാൽ അറിയുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ 3.7 വോൾട്ട് ബാറ്ററികൾ ചാർജ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലൊരു DC സോക്കറ്റാണ്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3.7 വോൾട്ടിന്റെ 18650 എന്ന സൈസ് നമ്പറിലുള്ള ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇവ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഇതുപോലൊരു വയർ പീസ് ആവശ്യമുണ്ട്. ഞാനിവിടെ റെഡും ബ്ലാക്കും വയറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു DC സോക്കറ്റിൽ ആകെ 3 പിന്നുകളാണുള്ളത്. അതിൽ ഏറ്റവും പുറകുവശത്തായിട്ട് വരുന്ന ഒരു പിന്നാണ് അതിൻ്റെ പോസിറ്റീവ് ലെഗ്. അതിലേക്ക് കണക്ട് ചെയ്യുന്ന റെഡ് വയറിന് ഇതുപോലെ ചെറിയൊരു സ്ലീവ് ഇട്ട് കൊടുക്കുക. സ്ലീവ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ തമ്മിൽ ടച്ചായി കഴിഞ്ഞാൽ ഇത്രയും പവറൊക്കെയുള്ള ബാറ്ററികളാവുമ്പോൾ അത് നല്ല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ആ പോസിറ്റീവിൻ്റെ പിന്നിലേക്ക് റെഡ് വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ പോസിറ്റീവിൻ്റെ കണക്ഷൻ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ ഇട്ടുവെച്ച സ്ലീവ് ഇതുപോലെ നീക്കി വെക്കുക. ഇനി ബ്ലാക്ക് വയറാണ് സോൾഡർ ചെയ്യാനുള്ളത്. ബ്ലാക്ക് നെഗറ്റീവിൻ്റെ കണക്ഷനാണ്. അത് ഇനി ഈ സോക്കറ്റിൽ ബാക്കിയുള്ള 2 പിന്നുകൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് സോൾഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് പോലെ 2 പിന്നുകളിലുമായി കണക്ട് ചെയ്യുന്ന രീതിയിൽ വയർ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും കണക്ഷനുകൾ ഈ സോക്കറ്റിലേക്ക് സോൾഡർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ എടുക്കുമ്പോൾ ആദ്യം സോക്കറ്റിലേക്ക് തന്നെ വയർ പിടിപ്പിക്കണം. അതിനുശേഷം മാത്രമാണ് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ വയറിൻ്റെ മറുഭാഗം ബാറ്ററിയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും ബാറ്ററിയിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പ്ലസ് എന്ന് എഴുതിയിട്ടുള്ളതിലേക്കാണ് നമ്മൾ റെഡ് വയർ കണക്ട് ചെയ്യേണ്ടത്. കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു നൈഫ് ഉപയോഗിച്ച് സ്ക്രാച്ച് ചെയ്ത് കൊടുത്ത് അവിടെ കുറച്ച് സോൾഡറിങ് പേസ്റ്റും അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ലെഡ് കോട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ പിടിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പോസിറ്റീവിൻ്റെ കണക്ഷനിൽ ഒരു പോയിന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവിൻ്റെ കണക്ഷനിലും ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്ത് കുറച്ച് ഫ്ലക്സ് അപ്ലൈ ചെയ്തതിന് ശേഷം സോൾഡർ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ സോൾഡറിങ് പിടിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് വയർ സോൾഡർ ചെയ്യുകയാണ്. പോസിറ്റീവിൻ്റെ കണക്ഷനിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ റെഡ് കണക്ഷൻ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ പോസിറ്റീവിൻ്റെ കണക്ഷൻ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നെഗറ്റീവിൻ്റെ ബ്ലാക്ക് വയറാണ് കണക്ട് ചെയ്യാനുള്ളത്. അത് നെഗറ്റീവ് എന്നെഴുതിയ ഭാഗത്ത് ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഒരിക്കലും പോസിറ്റീവും നെഗറ്റീവും മാറിക്കൊടുക്കരുത്. ഇപ്പോൾ നമ്മൾ പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും കണക്ഷനുകൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ബാറ്ററിയിലേക്ക് പുറത്തുനിന്നും ഒരു സപ്ലൈ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ് ഇതിലേക്ക് കണക്ട് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ഇനി നമുക്കിത് ചാർജിംഗ് മൊഡ്യൂൾ ഇല്ലാതെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചാർജറാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത്. ഇത്തരം ചാർജറുകൾ വളരെ വ്യാപകമായിട്ട് തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ചാർജറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും ഈ ചാർജർ ഉപയോഗിച്ചിട്ട് എങ്ങനെ 3.7 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യാമെന്നും ഇനി നമുക്ക് നോക്കാം. ഈ ചാർജറിൻ്റെ ഔട്ട്പുട്ട് പിൻ എന്ന് പറയുന്നത് ടോർച്ചിൻ്റെ ചാർജറിലും മറ്റുമൊക്കെ വരുന്ന ലോങ് ടൈപ്പ് DC പിന്നാണ്. അതിന് പാകമായിട്ടുള്ള ഒരു സോക്കറ്റാണ് നമ്മൾ ഇത് ചാർജിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങേണ്ടത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 4.2 വോൾട്ടാണ്. അത് ഈ ഒരു ചാർജറിൽ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഈ ചാർജർ ഇപ്പോൾ മാർക്കറ്റിൽ വ്യാപകമായിട്ട് ലഭ്യമാവുന്ന ഇതുപോലത്തെ 3.7 വോൾട്ട് ബാറ്ററി ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഹെഡ്ലൈറ്റുകളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന തരം ചാർജറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത്തരം ഹെഡ്ലൈറ്റുകളിൽ ആകെയുള്ളത് ഈ ഒരു PCB മാത്രമാണ്. അതിലുള്ള സോക്കറ്റിലേക്ക് വരുന്ന സപ്ലൈ നേരിട്ട് തന്നെയാണ് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഈ ബോർഡിലുള്ളത് ഒരു സ്വിച്ചും പിന്നെ LED-യിലേക്കുള്ള കറണ്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസിസ്റ്ററുകളും മാത്രമാണ്. അതായത് 4.2 ഔട്ട്പുട്ട് വോൾട്ടേജ് ഉള്ള ഈ ചാർജർ നേരിട്ട് തന്നെ ഇത്തരം ബാറ്ററികളിലേക്ക് കണക്ട് ചെയ്യാം.
അപ്പോൾ നമ്മളിവിടെ അൺബോക്സ് ചെയ്ത് കാണിച്ച ചാർജർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് ബാറ്ററിയിലേക്ക് നേരിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഈ ചാർജർ പ്ലഗ് ചെയ്ത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ സോക്കറ്റിലേക്ക് ഈ ചാർജർ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററിയിലേക്ക് ചാർജ് കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ചാർജിങ് നടക്കുമ്പോൾ ചാർജറിൽ റെഡ് ഇൻഡിക്കേറ്ററും ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ അത് ഗ്രീൻ ഇൻഡിക്കേറ്ററുമായിട്ട് മാറുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്ന ഉപകരണം ഫുൾ ചാർജ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാവുന്നതാണ്. ഈ ചാർജർ ഉപയോഗിച്ചിട്ട് ഒരുപാട് നേരം നമ്മൾ ചാർജിങ് ഓണാക്കി ഇട്ടാലും ബാറ്ററിക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല. കാരണം 3.7 വോൾട്ട് ബാറ്ററിക്ക് മാക്സിമം കൊടുക്കാവുന്ന 4.2 വോൾട്ട് തന്നെയാണ് ഈ ചാർജറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഇത് ഫുള്ളായി കഴിഞ്ഞാൽ ഗ്രീൻ ഇൻഡിക്കേഷൻ വരും എന്ന് മാത്രമല്ല, പിന്നെ ഇതിലേക്ക് ചാർജിങ് ആംപിയർ ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് അറിയാനും പറ്റും. ഇപ്പോൾ നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ചാർജിങ് കൊടുക്കുവാനുള്ള ഭാഗം മാത്രമാണ്. ഇനി നമ്മൾ ഈ ബാറ്ററി ഉപയോഗിച്ചിട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഉപകരണം പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തതുപോലെ തന്നെ നെഗറ്റീവിൽ നിന്നും ഒരു ബ്ലാക്ക് വയറും പോസിറ്റീവിൽ നിന്നും ഒരു റെഡ് വയറും എടുത്തുകൊണ്ട് ഈ ബാറ്ററിയിൽ നിന്നും നമ്മൾ പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഉപകരണം വർക്ക് ചെയ്യിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ബാറ്ററി പുറത്തേക്കെടുത്ത് ചാർജ് ചെയ്ത് പ്രവർത്തിപ്പിക്കുന്ന രീതിയിലുള്ള ഉപകരണങ്ങളാണ് നിർമ്മിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന രീതിയിലുള്ള ബാറ്ററി ചാർജറുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതും ഇപ്പോൾ വ്യാപകമായിട്ട് തന്നെ മാർക്കറ്റിൽ ലഭ്യമാണ്. ഇത് ഒരു ബാറ്ററി ഇടുന്നതും 2 ബാറ്ററി ഇടുന്നതും എല്ലാം ലഭ്യമാണ്. ഇതുപോലെ എല്ലാത്തരം വോൾട്ടേജിലുള്ള ബാറ്ററികൾക്കുള്ള ചാർജറുകളും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് വലിയ ടോയ്സിലും എമർജൻസി ലൈറ്റുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന 6 വോൾട്ട് 5 ആംപിയറിന്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു ചാർജറാണ്. ഇതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഉപകരണത്തിന്റെ ചാർജറോ അഡാപ്റ്ററോ ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയോ കേടായി പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാത്തരം ബാറ്ററിയുടെയും ചാർജറുകൾ നമുക്ക് ലഭ്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അഡാപ്റ്റർ ഇല്ലാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ കേടായതിന്റെ പേരിലോ ഒരു ഉപകരണവും ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തരം ചാർജറുകളും ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാവും. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചതുപോലെ നമ്മുടെ ഉപകരണത്തിലെ ബാറ്ററി പുറത്തേക്കെടുത്ത് ഇതിലെ പോസിറ്റീവും നെഗറ്റീവും മാറാതെ കണക്ട് ചെയ്തിട്ട് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചാർജ് കയറും. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് 12 വോൾട്ട് 7Ah ബാറ്ററി ചാർജ് ചെയ്യുന്ന ചാർജറാണ്. അതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിലെ പോസിറ്റീവും നെഗറ്റീവും മാറാതെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് പ്ലഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആയിട്ട് കിട്ടും. ഇത്തരം ചാർജറുകൾ ചാർജ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ റെഡ് ഇൻഡിക്കേറ്ററും ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഗ്രീൻ ഇൻഡിക്കേറ്ററുമാണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മളിവിടെ കാണിച്ച 6 വോൾട്ട് 5 ആംപിയറിന്റെയും 12 വോൾട്ട് 7 ആംപിയറിന്റെയും ഒക്കെ ബാറ്ററി മുതൽ 100ഉം 150ഉം 200ഉം AH ഒക്കെയുള്ള വലിയ ബാറ്ററികൾ വരെ ചാർജ് ചെയ്യാവുന്ന ഇന്റലിജന്റ് ഓട്ടോമാറ്റിക് ബാറ്ററി ചാർജറാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത്. ഈ ചാർജർ ഉപയോഗിച്ചിട്ട് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ആ ബാറ്ററിയുടെ ആംപിയറിനും അതിൽ നിലവിലുള്ള ചാർജിനും അനുസരിച്ച് ഇതിലെ ചാർജിങ് ആംപിയർ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ചാർജർ സെലക്ട് ചെയ്യും. അതായത് ചെറിയ ബാറ്ററികൾക്കാണെങ്കിൽ കുറഞ്ഞ ആംപിയറിലും വലിയ ബാറ്ററിക്കാണെങ്കിൽ കൂടിയ ആംപിയറിലും ചാർജിങ് നടക്കും. ഒരുപാട് ചാർജ് ഇറങ്ങിയ ബാറ്ററി ആണെങ്കിൽ ഇതിലുള്ള ഫാസ്റ്റ് മോഡ് ചാർജിങ് ഉപയോഗിച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത്തരം ബാറ്ററികളെ നമുക്ക് ബൂസ്റ്റ് ചെയ്തെടുക്കാനും പറ്റും. ഇതിൽ ഓട്ടോമാറ്റിക് ചാർജിങ്ങും ഫാസ്റ്റ് ചാർജിങ്ങും സെലക്ട് ചെയ്യുന്നതിന് ഒരു സ്വിച്ചും 12 വോൾട്ടും 6 വോൾട്ടും സെലക്ട് ചെയ്യുന്നതിന് ഒരു സ്വിച്ചും ഇതിന്റെ ചാർജിങ് ആംപിയർ കാണിക്കുന്നതിന് ഒരു ഡിസ്പ്ലേയുമാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന 10 ആംപിയറിന്റെ ഈ ഒരു ചാർജർ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ചാർജറാണ്. ഇതിനെക്കുറിച്ച് മാത്രമായിട്ട് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ചാർജറിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ലിങ്ക് താഴെ ഇടുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വ്യത്യസ്ത തരത്തിൽപ്പെട്ട ചാർജറുകളും ബാറ്ററികളും എല്ലാം നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കുന്നതിനും അതിൻ്റെ എല്ലാം ഇപ്പോഴത്തെ വില അറിയുന്നതിനും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്